ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ആഷസ് ടെസ്റ്റ് പരമ്പരയിൽ ആദ്യ മത്സരം പെർത്തിൽ വെച്ച് നടന്ന മത്സരം 2 ദിവസം കൊണ്ടാണ് അവസാനിച്ചത്. അത് മത്സരം കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കിയുള്ള 3 ദിവസം ശരിക്ക് മാധ്യമങ്ങളാണ് ശരിക്കും ആഘോഷിക്കുന്നത് എന്നുള്ളതാണ്. ആഷസ് സമയത്ത് നമുക്ക് ചില കാരണങ്ങളാൽ നമ്മളതിനെ മത്സരത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനോ ചർച്ച ചെയ്യാനോ ക്രിക്കറ്റ് സ്റ്റോറിയിൽ സംസാരിക്കാനോ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഓസ്ട്രേലിയയിലൊരു മാധ്യമം ഹെഡിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിന്റെ ഡാഡി അല്ലെ ഇംഗ്ലണ്ടിന്റെ തന്ത എന്നൊക്കെ അർത്ഥത്തിലാണ്. നമുക്ക് അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഇംഗ്ലണ്ട് ടീമിനെ പരിഹസിക്കുന്ന തരത്തിൽ, അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ആരാധകര് ഹെഡ് കളി വേഗം ഹെഡിന്റെ ഫാമിലി ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ്, പാർട്ട്ണറും അതെ മകളും കൂടിയുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ട് നേരത്തെ ഫാമിലി റീയൂണിയൻ ഹെഡ് സാധിച്ചത് കാരണം ഇംഗ്ലണ്ട് ആരാധകർക്ക് 3 ദിവസം പെർത്തിൽ ഹോളിഡേ കിട്ടിയെന്നാണ് മാധ്യമം എഴുതുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ദിവസം കൊണ്ട് ഹോളിഡേ കിട്ടി എന്ന് പറയുമ്പോൾ, ഇംഗ്ലണ്ടിന് ഹോളിഡേ കിട്ടി എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടം കൂടി ഉണ്ടായിട്ടില്ല. വരുന്നുണ്ട്, തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പം ഓസ്ട്രേലിയൻ മാധ്യമങ്ങളുടെ ഹെഡിങ് നമുക്ക് ആഷസ് കാലത്ത് എല്ലാ കാലത്തും കാണുന്ന സ്ലഡ്ജിങ്ങിന്റെ ഒരു പൂരം തന്നെ നടക്കുന്ന മത്സരങ്ങളാണ് ആഷസ് വരുന്നത്. അപ്പോൾ അതിന് പുറത്ത് ഇങ്ങനെ മാധ്യമങ്ങളുടെയും എല്ലാ സമയത്തും ഉണ്ടാവാറുണ്ട്. ഇതിപ്പം അതെല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഈ പറഞ്ഞ പോലെ പെർത്തിൽ ആഘോഷിക്കാൻ വേണ്ടി ഹെഡും ടീമും പോകുമ്പോൾ ക്രിക്കറ്റ് ഓസ്ട്രേലിയക്ക് കോടികൾ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ റീഫണ്ടിങ് നയവും പിന്നെ സ്പോൺസർമാർക്ക് എന്തുവന്നാലും സംഭവിക്കുന്നതാണ് 3 ദിവസത്തെ മത്സരത്തിൻ്റെ ഇത് വരുന്നത്. അങ്ങനെ വലിയ വലിയ നഷ്ടങ്ങളിലേക്കാണ് പോകുന്നത്. ഇപ്പം ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ റീഫണ്ട് നയം അനുസരിച്ച് സിംഗിൾ ടിക്കറ്റ് എടുക്കുന്ന എല്ലാവർക്കും പിന്നെ പൂർണ്ണമായും റീഫണ്ട് ലഭിക്കുന്നു പറയുന്നത്. അങ്ങനെ വരുമ്പോൾ 10-17 കോടിയോളം രൂപ റീഫണ്ടിനകത്ത് തന്നെ പോകുന്നതാണ് ഇപ്പോൾ പറയുന്നത്. അതെന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷെ മത്സരം തീർന്നത് വലിയൊരു ഇത് തന്നെയാണ്. ഇപ്പോൾ ഹെഡിന് നമുക്ക് ഇവിടെ ഇപ്പം ബാവുമ കളിച്ചതെന്ന് കണ്ടിരുന്നു. പിന്നെ അത് ചെറിയൊരു ഇതായി ഇന്നിങ്സ് 50 ആണെങ്കിൽ കൂടി അത് ചെറിയ ഇന്നിങ്സ് അല്ല, അത് മികച്ചൊരു മത്സരം തന്നെയായിരുന്നു. അതിന്റെ അതേ ഇതിൽ തന്നെയാണ് അവിടെ വരുന്നത്. പിന്നെ ഹെഡ് അത് ആഷസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ 2ാമത്തെ സെഞ്ചുറിയാണ് കുറിച്ചത്. ഗിൽക്രിസ്റ്റിന്റെ സെഞ്ചുറി 2006 അടിച്ച സെഞ്ചുറി ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത്. അങ്ങനെ വല്ലാത്തൊരു നല്ലൊരു പിച്ചിൽ സ്റ്റാർക്കും സ്റ്റോക്സും കൂടി തകർത്ത പിച്ചിൽ പിന്നെ ഹെഡ് കയറിയിട്ട് അങ്ങ് കൊയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഹെഡിന്റെ ഒരു 6ഉം 4ഉം പിന്നെ വർഷിച്ചാണ് മത്സരം വന്നത്. അപ്പോൾ നല്ല മികച്ച മത്സരം തന്നെയാണ്. ആദ്യത്തെ ദിവസം തന്നെ 19 വിക്കറ്റുകൾ വീണു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് മൊത്തം റെക്കോർഡുകളാണ്. എല്ലാം കളി വേഗത തീർക്കുന്നതിന്റെ ഏറ്റവും കുറഞ്ഞ ബോള്, അങ്ങനെ പല പല റെക്കോർഡുകൾ പിറന്ന മത്സരമായിരുന്നു. അപ്പം ഇനിയിപ്പം ആഷസിലെ മറ്റു 4 മത്സരങ്ങളിലേക്ക് പോകുമ്പോൾ അതിന്റെ ഒരു വീറും വാശിയും കൂടുന്നില്ലാണ് നമുക്കറിയാം. അതാണ് കാണുന്നത്. വിക്കറ്റുകൾ കൂട്ടത്തോടെ വീണു എന്നുള്ളൊരു ഇത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു പിച്ചിലേക്ക് തന്നെയാണ് ഇവർ വന്നിട്ട് വീണ്ടും അടിച്ച് തകർത്തത്. ഹെഡിന്റെ ഒരു ഇത് ഹെഡ് ഓപ്പണിംഗ് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് സംഭവിക്കുന്നുള്ളത് ഉണ്ടായിരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം മറ്റേ സ്റ്റോക്സ് പറഞ്ഞാൽ തന്നെ ഹെഡ് കുതിച്ച് പായാൽ തുടങ്ങിയ പിന്നെ പിടിച്ചെടുക്കുക പ്രയാസം തന്നെയാണ്. വല്ലാത്ത രീതിയിലേക്കാണ് തരം പോകുന്നത്. ഹെഡിന്റെ തല നമുക്ക് വേണമെങ്കിൽ തല തന്നെ പറയാം, ആ തല തന്നെയാണ് അവിടെ ജയിക്കുന്നത്. തീർച്ചയായിട്ടും ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് ട്രാവ് ബോള് ബാസ് ബോളിനെ കൊന്നു എന്നാണ്. നമുക്കറിയാം ഇംഗ്ലണ്ടിന്റെ ഒരു ശൈലിയും ബാറ്റിംഗ് ഇതൊക്കെ. ഇപ്പോൾ ആദ്യ ഇന്നിങ്സ് തന്നെ നോക്കുന്ന സമയത്ത് ഇംഗ്ലണ്ട് കുറച്ചും കൂടി കുറഞ്ഞ ഓവറുകളിലാണ് റൺ സ്കോർ ചെയ്തിട്ടുള്ളത്. ഓസ്ട്രേലിയ കുറച്ച് ഒരു വലിയ രീതി, അതായത് തുടക്കമൊക്കെ കൂടുതൽ ബോൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സ്റ്റാർക്കിന്റെ ഒരു ഭയങ്കര മാസ്മരികമായിട്ടുള്ള ഒരു സ്പെല്ല് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ഇംഗ്ലണ്ട് ബോൾ ചെയ്യാൻ വരുന്ന സമയത്ത് 2ാമത്തെ ബോളിൽ തന്നെ ആർച്ചർ എറിഞ്ഞ ആ ഒരു പന്ത്, അത് എന്താണ് ആ പന്ത് എന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് 6 ഒക്കെ കാണുമ്പോൾ ഒരു ഗ്രൗണ്ടിൽ ഒരു 6 ഒക്കെ കാണുമ്പോൾ ഒരു ആവേശം തോന്നുന്ന ആ രീതിയിലുള്ള വിക്കറ്റുകളായിരുന്നു. അത് എപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് IPL ബാറ്റ്സ്മാരുടെ വെടിക്കെട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആഷസിലേക്ക് വരുമ്പോഴേക്ക് സ്റ്റാർക്ക് ആയാലും ആർച്ചർ ആയാലും 2 നിറയുന്നു എറിഞ്ഞിടുന്നത് വല്ലാത്തൊരു തന്നെയാണ് എപ്പോഴും കാണുന്നത്. ഇനി ഹൈലൈറ്റ് കാലങ്ങളോളം ഇൻസ്റ്റാ റീലൊക്കെ ഓടാൻ പോകുന്ന സാധനങ്ങൾ. തീർച്ചയായിട്ടും ആ ഒരു പന്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു LBW പന്തില് ബാറ്റർ നിലത്ത് വീണു പോകുന്നു. അമ്പയർ ഔട്ട് വിളിക്കുന്നില്ല, റിവ്യൂ കൊടുത്തതിന് ശേഷം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ആ വീഴുന്നതിന്റെ മുമ്പ് കൃത്യമായിട്ട് വിക്കറ്റിന് മുന്നിൽ കാലിന് മേലെ പന്ത് തട്ടുന്നത് വളരെ വ്യക്തമായിട്ട് കാണുന്നു. അപ്പൊ അതുപോലെ തന്നെ സ്റ്റാർക്കിന്റെ ഒക്കെ ഇതൊക്കെ സ്റ്റാർക്കിന്റെ മൂർച്ച ഒരിക്കലും കുറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതെ വളരെ വ്യക്തമായിട്ട് അത് പഴയ ആ ഒരു മൂർച്ചയോട് കൂടിയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. അതെ തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്. സ്റ്റാർക്ക് ആ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് പിന്നെ ഇപ്പൊ ഇംഗ്ലണ്ടിന്റെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് നിര 2ാമത്തെ ഇന്നിങ്സിൽ 65-1 എന്ന നിലയിൽ നിന്നാണ് തകർന്ന് ഇതാകുന്നത്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറുവശത്ത് സ്വാഭാവികമായിട്ടും ഓസ്ട്രേലിയയും ഇതുപോലെ തകർന്ന് അടിയും എന്നുള്ള ഒരു ഘട്ടം, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഹെഡ് ഓപ്പണർ
റോളിലേക്ക് വരുന്നത്. ഫസ്റ്റ് ഇന്നിങ്സിൽ ഓപ്പണർ ആയിരുന്നില്ല. അതെ. അപ്പോൾ ഹെഡ് ഓപ്പണിങ്ങിലേക്ക് വരികയും 69 ബോളിൽ സെഞ്ചുറി അടിക്കുകയും, എന്തിനാണ് ഈ കളി? അതായത് ഇത് തീർത്തിട്ട് ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പോ മീഡിയ എഴുതിയ പോലെ ഇത് തീർത്തിട്ട് ഫാമിലിയുടെ കൂടെ വെക്കേഷന് പോകാനാണെന്നുള്ളത് പറഞ്ഞ പോലെ അത് പണി തീർത്ത് പോവുക എന്നുള്ള ഒരു ഹെഡ്, അത് തന്നെയാണ്. അപ്പൊ അത് ട്രാവ് ബോൾ എന്ന് പറയുമ്പോൾ ബാസ് ബോളിനേക്കാളും ഇതായിട്ടുള്ള എന്തോ ഒന്നാണെന്നുള്ളതാണ്. തീർച്ചയായും ചിലപ്പോൾ ആ ഒരു പിച്ചിൽ അങ്ങനെ വേഗതയെ കളിച്ചതുകൊണ്ട് തന്നെ ആയിരിക്കാം മത്സരം ഇത്ര പിന്നെ ഇതായത്. ഇല്ലെങ്കിൽ ചിലപ്പം വീണ്ടും ഇംഗ്ലണ്ട് ബൗളർമാർ എറിഞ്ഞിടുമോ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇനി പിച്ചിന്റെ സ്വഭാവം മാറി വരുന്നുണ്ട്, പക്ഷേ എങ്കിൽ കൂടി നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഹെഡ് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. ഇപ്പം പിന്നെ ഇംഗ്ലണ്ടും വീണ്ടും കഴിഞ്ഞ ശേഷം ഓസ്ട്രേലിയ സ്വാഭാവികമായിട്ട് തീരും, കളി പെട്ടെന്ന് തന്നെ തീരുന്നുള്ള പ്രതീക്ഷ നമ്മൾ നിൽക്കുന്നത്. പക്ഷേ നമ്മൾ കളി ഒന്ന് ടൈറ്റ് ആവും. അതെ അതെ, കളി ഇങ്ങനെ ഇതായി. പക്ഷെ ഇത് നേരെ ഏകപക്ഷീയമായ ബാറ്റിങ്ങിലേക്ക് പോകുന്നു കരുതുന്നില്ല. അടുത്ത് ഹെഡ് ഇറങ്ങുമ്പോൾ തന്നെ ആ ഹെഡിന്റെ ഇത് ഇറങ്ങുന്ന സമയത്ത് തന്നെ ആരാണ് ഇറങ്ങുന്നത് നോക്കി നിൽക്കുന്നു. ഹെഡ് ഇറങ്ങുമ്പോൾ തന്നെ എന്തെങ്കിലും സംഭവിക്കുന്നത്, ഒന്നുകിൽ പെട്ടെന്ന് വിക്കറ്റ് വീഴും, അല്ലെങ്കിൽ നമുക്കറിയാം ഇതിങ്ങനെ ഇതിനേക്കാൾ വേഗതയേറിയ ഒരു സെഞ്ചുറി മികച്ച ഇന്നിങ്സിനാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതങ്ങനെ തന്നെ വന്നു. ആഷസിന്റെ ചരിത്രത്തിൽ രണ്ടാമത്തെ വേഗതയേറിയ സെഞ്ചുറിയുമായിട്ടാണ് ഹെഡ് ഇംഗ്ലണ്ടിനെ പിന്നെ തീർക്കാൻ വേണ്ടി പറ്റി. അത് ഹെഡ് തീർത്ത് തന്നെയാണ്. ഹെഡ് തീർത്തു. അതിന്റെ ഇപ്പോഴത്തെ ആഘോഷങ്ങൾ, ഈ മാധ്യമങ്ങളിലേക്ക് വരുമ്പോൾ ആഘോഷങ്ങൾ അത് പല രീതിയിൽ വരുന്നുണ്ട്. പല സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന രീതിയിലേക്കാണ് പ്രധാന മാധ്യമങ്ങൾ വരെ ഹെഡിങ്ങുകളും ഇത് മറ്റവും വരുന്നതിലാണ്. ആഷസിന്റെ കാലത്ത് എന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ ആവേശം അങ്ങ് നിൽക്കും. ഇനിയിപ്പം അറിയാം നമുക്ക് അടുത്ത പുതുവർഷം വരുന്ന ബോക്സിംഗ് ഡേ കഴിഞ്ഞ് പിന്നെ പുതുവർഷത്തിലൊരു മത്സരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഷെഡ്യൂൾ അങ്ങനെ ആയിരിക്കും, അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പൊ അതുവരെ മാധ്യമങ്ങൾക്ക് ഇതിന്റെ തന്നെ ആഷസിന്റെ പോര് എന്തായാലും തുടരും, സോഷ്യൽ മീഡിയയിൽ തുടരും. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആഷസ് തന്നെയാണെന്നുള്ളത്, ടെസ്റ്റ് ക്രിക്കറ്റിന് ആഷസ് എന്നുള്ളത് അതിനെ ഒരു വിമർശനം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തന്നെയാണ്. അതിന്റെ ഏറ്റവും പീക്കാണ് തുടക്കത്തിൽ തന്നെ ലഭിച്ചത്. 2 ദിവസം കൊണ്ട് കളി കഴിഞ്ഞെങ്കിലും അതിന്റെ ഇമ്പാക്ട് 5 ദിവസമായിരിക്കില്ല. അതിങ്ങനെ നീണ്ടു പോകുന്ന ഒരു സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും നമുക്ക് ആഷസിന്റെ ഒരു ആവേശം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെയായിരുന്നു ഈ നടന്നത്. പക്ഷെ അത് സത്യത്തിൽ ഈ ഒരു ദിവസങ്ങളിൽ ഈ മത്സരം ആഷസ് നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതിന്റെ ഒരു വീറും വാശിയും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ഈ ഇത് നോക്കുകയാണെങ്കിൽ 100 വർഷത്തില്, അതായത് കഴിഞ്ഞ 100 വർഷം 1921 നോട്ടിംഗ്ഹാമിലാണ് ഒരു ആഷസ് ടെസ്റ്റ് 2 ദിവസത്തിനുള്ളിൽ തീരുന്നത്. ചരിത്രത്തിലെ രണ്ടാമത്തെ മാത്രം മത്സരമാണ് അങ്ങനെ. അത് മാത്രമല്ല 847 പന്തുകൾ എറിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. തേർഡ് ഷോർട്ടസ്റ്റ് ആഷസ് ആണ്. അതായത് ഏറ്റവും കുറഞ്ഞ പന്തുകളിൽ കളി തീരുന്ന 3ാമത്തെ ആഷസ്. അതുപോലെ തന്നെ നേരത്തെ മാഞ്ചസ്റ്ററിൽ അത് നടക്കുന്നത് 1888 ആലോചിക്കണം. 2 മത്സരങ്ങളും അത് ആ ഒരു 1888 അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിന് മുമ്പ് ആഷസ് ടെസ്റ്റ് ഇതുപോലെ കുറഞ്ഞ പന്തുകളിൽ തീരുന്നത്. 792 പന്തിൽ തീർന്നിട്ടുണ്ട്, 788 പന്തിൽ തീർന്നിട്ടുണ്ട്. അത് അങ്ങനെ ഒരുപാട് ചരിത്രം. ഇംഗ്ലണ്ടിന്റെ ആണെങ്കിലും ഫാസ്റ്റസ്റ്റ് ആഷസ് സെഞ്ചുറി ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഗിൽക്രിസ്റ്റ് 57 പന്തിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് 2006. ഇങ്ങനെ ഒരുപാട് റെക്കോർഡുകളും ഇതൊക്കെ പിറന്നൊരു മത്സരമാണ്. മറുവശത്ത് ഞാൻ മീഡിയയുടെ ഇതിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇപ്പോ ഇംഗ്ലണ്ടിന്റെ ആരാധകരെ വളരെ മോശമായ രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത്. അത് ശരിക്കും ആഷസിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഉള്ളതാണ്. ഇപ്പോൾ ആ കൃത്യമായിട്ട് ഒരു പ്രൊവോക്ക് ചെയ്യുകയും എതിർ ഫാൻസിനാണെങ്കിലും എതിർ ടീമിനെ ആണെങ്കിലും കൃത്യമായിട്ട് അതിന്റെ ഏറ്റവും തീവാറുന്ന ടെസ്റ്റ് സീരീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഷസ് തന്നെയാണെന്നുള്ള. അപ്പോൾ പലപ്പോഴും ഓസ്ട്രേലിയക്ക് അനുകൂലമാകുന്ന രീതിയിൽ അത് ഏകപക്ഷീയമായി മാറാറുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു തീവ്രത അല്ലെങ്കിൽ അതെ അത് അങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അല്ല തീർച്ചയായും അത് മാധ്യമങ്ങൾ എപ്പോഴും വരുന്ന ഈ പറഞ്ഞ കളത്തിലകത്തെ ചൂട് എങ്ങനെയാണോ അതിന്റെ ഇരട്ടി മാധ്യമങ്ങൾ പുറത്തും ഉണ്ടാവാറുണ്ട്. നമ്മൾ എപ്പോഴും കാണുകയാണ് പ്രസ് മീറ്റായാലും അല്ലെങ്കിലും അത് താരങ്ങളുടെ നമ്മൾ സാധാരണ ഒരു മത്സരം വരുമ്പം ഈ ഇന്ത്യ പാക് മത്സരങ്ങളിൽ തന്നെ ഇന്ത്യൻ നായകൻ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലത്തെ ഒരു താരം അല്ലെങ്കിൽ പാക് താരങ്ങൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതായിരിക്കും മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. നമ്മൾ താരങ്ങൾ തമ്മിലുള്ളത് നമ്മൾ കാണാറുണ്ട് കളത്തിനകത്ത്, പക്ഷേ മാധ്യമങ്ങൾ തമ്മിൽ അങ്ങനെ എവിടെയും നമ്മൾ കാണാറില്ല. പക്ഷേ ആഷസിന്റെ കാര്യത്തിൽ അത് തിരിച്ചു തന്നെയാണ്. ആഷസ് എല്ലാ കാലത്തും ഇങ്ങനെയാണ്. മാധ്യമങ്ങളുടെ ഒരു ചൂടും വരും. അത് തന്നെയാണ് അതിന് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ കാണുന്ന പിന്നെ ഫാൻസിനെ നമ്മൾ IPL സമയത്ത് കാണാറില്ലേ, അതേ രീതിയിൽ തന്നെ മാധ്യമങ്ങൾ മാറാറുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും കാണുന്നതും. അപ്പം ഇത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയണത് ഇങ്ങനെയൊക്കെ എഴുതണത് ചിലപ്പോൾ ചിന്തിക്കും. പക്ഷെ നമുക്ക് ആഷസിന്റെ ചരിത്രം നോക്കുമ്പോൾ ഇതിനേക്കാൾ വലുത് നമ്മൾ കാണാറുണ്ട്. അതിനെയും തുടരും. ഇതിപ്പം വരുമ്പോൾ അടുത്ത മത്സരത്തിന്റെ ഫലം നേരെ തിരിച്ചു വന്നാൽ ഇപ്പുറത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എങ്ങനെയാണ് കിട്ടുന്നത്. അങ്ങോട്ട് കൊടുക്കലും വാങ്ങലുമായിട്ട് തന്നെ ആഷസ് മുന്നോട്ട് പോകും. അതാണ് ആഷസിന്റെ സൗന്ദര്യത്തിന്റെ ഒരു ഇത്. കളത്തിലെ ഈ നമ്മൾ പറഞ്ഞ ബാറ്റ്സ്മാൻമാരുടെ മാത്രമല്ല ബൗളിങ്ങിൽ നമ്മൾ ഇനി പിന്നെ അടുത്തൊരു വർഷത്തേക്ക് എന്തായാലും നമുക്ക് ക്രിക്കറ്റ് റീലുകളൊക്കെ കാണാൻ പോകുന്നത് ഈ ബോൾ തന്നെയായിരിക്കും. സ്റ്റാർക്ക് കൊടുക്കുന്നു, തിരിച്ച് പിന്നെ ആർച്ചറും സ്റ്റോക്സും എറിഞ്ഞിടുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാലത്തും നമ്മൾ കാണുന്നതാണ്. ബൗൺസർ കൊണ്ട് 2 ടീമിലെ താരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കുരുക്കിയിടുന്നത്. ഓസ്ട്രേലിയ മിച്ചുകളിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഓസ്ട്രേലിയൻ താരങ്ങൾ കാണുന്നു. പക്ഷേ ആഷസിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ പന്തിന് തീ പിടിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. അത് തന്നെയാണ്. അത് കളത്തിന് പുറത്തും ആ തീയോടെ തന്നെയാണ് പന്തും പിന്നെ വാർത്തകളും വരുന്നത്. അതങ്ങനെ തുടരുമ്പോൾ മാത്രമേ ആഷസിന്റെ ഒരു
നമുക്ക് ആശ്വസ് എന്നൊരു വികാരം കിട്ടും. അത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഡെയിലി ടെലഗ്രാഫ്, ഓസ്ട്രേലിയൻ മാധ്യമമായിട്ടുള്ള ഡെയിലി ടെലഗ്രാഫ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നത് ട്രാവിസ് ഹെഡ് പരമ്പരയിലുടനീളം ഓപ്പണിംഗ് റോളിൽ ഇറങ്ങണം എന്നുള്ളതാണ് ആദ്യ മത്സരത്തിൽ. ഇപ്പൊ അതുപോലെ തന്നെ ഇംഗ്ലണ്ട് സ്വയം നശിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വിമർശനമാണ് ഉന്നയിക്കുന്നത്. കാരണം ഇപ്പൊ ടെസ്റ്റിൽ നമുക്കറിയാം ബാസ്ബോൾ എന്നുള്ളൊരു ഇത് വരുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ പോലും അഗ്രസീവായിട്ട് കളിക്കാൻ നോക്കുക, ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ ടെസ്റ്റിൽ എങ്ങനെയാണ് ഒരു ഡിഫെൻസീവായിട്ട് വളരെ ശ്രദ്ധിച്ച് കളിക്കുക എന്നതിനപ്പുറത്തേക്ക് കോച്ച് മാറണം. അത് കോച്ചിന്റെ നമുക്കറിയാം, അയാൾ മാറാണ്ട് അതിനെ കുറിച്ച് ചിന്തയുടെ ആവശ്യം വരുന്നില്ല. കാരണം അയാൾക്ക് കളിക്കാറ് അയാൾ കളിക്കുന്ന രീതി അതാണ്. അപ്പം അവിടെ അങ്ങനെ വരും. നമ്മൾ ഇപ്പം ഞാൻ ഈ ക്രിക്കറ്റ് റീലുകളുടെ കാര്യം പറയുമ്പോൾ നോക്കിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മക്കൾ എങ്ങനെയായിരുന്നു ടെസ്റ്റ് കളിച്ചിരുന്നത് നമുക്കറിയാം. അത് അതിന്റെ രീതി തന്നെയാണ്. അത് ഇംഗ്ലണ്ട് ഇപ്പൊ അത് കളിക്കുന്നു, എനിക്ക് തെറ്റു പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ തിരിച്ചടി എല്ലാ സാഹചര്യത്തിലും അടിച്ചു കളിക്കുന്നുള്ളത് നമുക്ക് അത് വേണമെന്ന് ചിന്തിക്കുകയാണ്. പക്ഷെ അവിടെ നയതാണ്, നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതുപോലെ ചിലപ്പോൾ തകരുന്ന സമയങ്ങളും ഉണ്ടാവും. രണ്ടും ആസ്വദിക്കുക എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് എനിക്ക്. തീർച്ചയായിട്ടും. ഇംഗ്ലണ്ടിൽ ഇപ്പോൾ ഈ പരാജയപ്പെട്ട ഇംഗ്ലണ്ട് ടീമിനെ ഇംഗ്ലണ്ട് മാധ്യമങ്ങളും വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ഒന്ന് പൊരുതി പോലും നോക്കാതെ പരാജയപ്പെട്ടു എന്ന രീതിയിലൊക്കെയുള്ള വലിയ വിമർശനങ്ങളാണ് പലപ്പോഴായിട്ട് വരുന്നത്. അതുപോലെ തന്നെ സാക് റോളിക്കെതിരെ വിമർശനങ്ങൾ വരുന്നുണ്ട്. ഒരു ടെസ്റ്റ് പ്രൂവ് ചെയ്തേ പറ്റൂ എന്നുള്ള, അല്ലെങ്കിൽ പുറത്തേക്ക് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. എന്തായാലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഷസ് എന്ന് പറയുന്നൊരു ഇത് വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കാണുന്നതാണ് ഈ ഒരു രീതിയിലേക്ക് ഒരു തീവാറുന്ന ഒരു പോരാട്ടം. ഇതൊക്കെ ആ പോരാട്ടത്തിന്റെ ഇടയിലാണ് ഇതുപോലെ ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ ഇപ്പോ ട്രാവിസ് ഹെഡിനെ ഇംഗ്ലണ്ടിന്റെ ഡാഡി എന്നൊക്കെ വിളിച്ചിട്ട് വളരെ പരിഹാസ രൂപത്തിലൊക്കെ എഴുതിയിട്ടൊക്കെ രംഗത്ത് വരുന്നത്. അതുപോലെ തന്നെ ഈ പെർത്തിൽ മത്സരം കാണാനെത്തിയ ഇംഗ്ലണ്ട് ആരാധകർക്ക് 3 ദിവസത്തെ ഹോളിഡേ ലഭിച്ചു എന്ന രീതിയിലുള്ള വലിയ ട്രോളുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി രണ്ടാമത്തെ മത്സരത്തിന് കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ മത്സരം ഇതുപോലെ തന്നെ ഒരു വാശിയേറിയ ഒരു പോരാട്ടം നമുക്ക് കാണാനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു പോരാട്ടം കളിക്കളത്തിനകത്തും പുറത്തും അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു ആവേശം പടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ നല്ലൊരു മത്സരം നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.